നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീട് കന്നിമൂലയിൽ ബാത്റൂം വരരുതെന്ന് പറയും. പണ്ടേ ഉള്ളവർ നിവൃത്തിയുണ്ടെങ്കിൽ പണ്ടുള്ള കെട്ടിടങ്ങൾക്കൊന്നും വീടുകൾക്കൊന്നും കന്നിമൂലയിൽ ബാത്റൂം ഇല്ല. എല്ലാവരുടെയും ബാത്റൂംസ് പുറത്താണ് അല്ലേ, കക്കൂസൊക്കെ പുറത്തായിരുന്നു. ഇപ്പോഴാണ് ന്യൂ ജനറേഷനാണ് എല്ലാം അകത്തേക്കാക്കിയത്. അത് നിവൃത്തിയുണ്ടെങ്കിൽ കന്നിമൂലയിൽ ബാത്റൂം വെക്കാതിരിക്കുക. ബാത്റൂം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നെഗറ്റീവ് എനർജി ഒരുപാട് കടന്നുകൂടുന്നൊരു കന്നിമൂലയിൽ ബാത്റൂം വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവം കൊണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് ക്യാൻസർ രോഗം, അതുപോലെ തീരാവ്യാധികൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പണ്ടുള്ള കന്നിമൂലയിൽ കുളവും കിണറും ഒക്കെയാണ് പതിവ്. കിണർ പതിവില്ല. കിണർ വടക്ക് കിഴക്കാണ്, വടക്ക് കിഴക്കോ കിഴക്ക് ഭാഗത്തുമാണ് കിണർ. പക്ഷേ കുളിക്കാനുള്ള കുളം, കുടിക്കാനുള്ള കുളം ഒക്കെ കന്നിമൂലയിൽ ഉണ്ടാക്കാറുണ്ട് പണ്ട്. വലിയ കുളങ്ങൾ കന്നിമൂല. അത് നമ്മളുടെ വീട് വിട്ട് പറമ്പിലാണ് ചെയ്യുന്നത് അല്ലേ കുളമൊക്കെ. പക്ഷെ കന്നിമൂലയിൽ നമ്മളിതാ. പിന്നെ ഏറ്റവും പ്രധാനം നമുക്ക് വീടുകൾക്കിടെ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ പരിസരം ശുചിയാക്കി ഇടുക എന്നുള്ളതാണ്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.